നമ്മുടെ ആരോഗ്യ മേഖലയിൽ കടന്നു വരുന്ന പുതിയൊരു കൂട്ടരുണ്ട്. അത് അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളാണ്. നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ള പല സ്ഥാപനങ്ങളും ഇപ്പോൾ പേര് മാറിയിട്ടുണ്ടാവില്ല, മാനേജ്മെൻറ്റിൽ മാറ്റം കാണില്ല, പക്ഷേ ഫലത്തിൽ കോർപ്പറേറ്റുകളുടെ കയ്യിലെത്തിച്ചു. വിവിധ അമേരിക്കൻ കമ്പനികളടക്കം ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തെ ഇകഴ്ത്തിക്കാണിക്കുക, അത് ഇവരൊരാവശ്യമായി കാണുകയാണ്. അതിൻ്റെ ഭാഗമായാണ് വലിയ തോതിൽ പൊതുജനാരോഗ്യ രംഗത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടത്തുന്നത്. നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഒരു കാലത്ത് ഇല്ലായ്മയുടെ പര്യായങ്ങളായിരുന്നു. വല്ലാതെ തകർന്നു പോകുന്ന അവസ്ഥ പൊതുജനാരോഗ്യ രംഗത്തിന് വന്നിരുന്നു. അത് 2016 മുൻപുള്ള കാലമാണ്. അന്ന് ആശുപത്രികൾ നോക്കുകുത്തികളായി. പാവപ്പെട്ടവർക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രമായിരുന്നു സർക്കാർ ആശുപത്രികൾ. പക്ഷേ കൃത്യമായി മരുന്ന് പോലും ലഭിക്കാത്ത അവസ്ഥ. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത നില, തസ്തികകൾ വലിയ തോതിൽ ഒഴിഞ്ഞു കിടന്ന കാലം. അങ്ങനെ പൊതുജനാരോഗ്യ രംഗത്ത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇല്ലാതായൊരു ഘട്ടം. അപ്പോഴാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വല്ലാത്തൊരു ഇരുണ്ട കാലം വന്നത്. പക്ഷേ 2016 ശേഷം ആ കാര്യങ്ങളിൽ മാറ്റം വന്നു. സംസ്ഥാനത്തുള്ള പ്രവർത്തിക്കാത്ത ലാബുകൾ, തുരുമ്പിച്ച എക്സ്റേ മെഷീനുകൾ എല്ലാം വലിയ തോതിൽ മാറ്റത്തിന് വിധേയമായി. അതിനിടയാക്കിയത് 2016 നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ആർദ്രം മിഷനായിരുന്നു. ആർദ്രം മിഷൻ എന്നത് ആരോഗ്യരംഗത്തെ സമൂലം മാറ്റുന്നതിനു വേണ്ടി പ്രവർത്തിച്ചൊരു മിഷനായിരുന്നു. അത് നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വ്യത്യസ്ത രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, ഇതിൻ്റെയെല്ലാം സാക്ഷ്യപത്രമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗം മാറിയത്. എല്ലാ രംഗത്തും ആ മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കോവിഡ് വന്ന ഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും നമ്മളിവിടെ ആരോഗ്യരംഗത്തൊരുക്കിയ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിനായില്ല. അതിന് കാരണം ജനങ്ങളെ കണ്ടുകൊണ്ട് നാം ഒരുക്കിയ സൗകര്യങ്ങളായിരുന്നു. പലവിധ നേട്ടങ്ങൾ, പുരസ്കാരങ്ങൾ കേരളത്തിലെ
ആരോഗ്യരംഗത്തെ തേടിയെത്തുന്നു. അതിപ്പോൾ എവിടം വരെ എത്തി? നമ്മുടെ ശിശുമരണ നിരക്ക് ഇവിടെ എത്രയാണ്? അമേരിക്കയിൽ ശിശുമരണ നിരക്ക് 5.6, നമ്മുടേത് 5. അപ്പോൾ സമ്പൽ സമൃദ്ധമായ അമേരിക്കയെ കവച്ചു വെക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതിനും മറ്റു തരത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്താൻ നോക്കുന്നവരുണ്ട്. അതൊക്കെ എത്ര പരിഹാസമാണെന്ന് ആലോചിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഈ നേട്ടമുണ്ടായത്? ആ നേട്ടം നമ്മുടെ കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്.